ഹലോ! എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഈ എണ്ണയിൽ കിടന്ന് മൊരിയുന്നതെന്ന് മനസ്സിലായോ? ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. ഇത്രയും സിമ്പിളായിട്ടൊരു ബ്രെഡ് സ്നാക്ക് ഇനി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ടേസ്റ്റോ അത്യുഗ്രൻ ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് ബ്രെഡിൽ നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ മിക്സി എടുത്തിട്ട് കുറച്ച് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. മിക്സിയിലിട്ട് ഒരു ബ്രെഡ് മതിയാവും. ഒരു ബ്രെഡ് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ച് നമുക്കെടുത്തിട്ട് അതൊന്നൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി നല്ല ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു മുട്ട ഞാൻ പൊട്ടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. ബ്രെഡ് നമ്മൾ പൊടിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് പാലുണ്ടല്ലോ, പാൽ ഒന്ന് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് പാലിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ ജീരകമില്ലേ അത് പൊടിച്ചതും, പിന്നെ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇനി ഇതൊക്കെ ആഡ് ചെയ്തത് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഇതാ 3 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ രണ്ട് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ബർഗറൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് അധികം വെജീസോ ചിക്കനോ ഒന്നും ആഡ് ചെയ്യണ്ട. ഒരു മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു ഈവനിങ് സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ 2 പീസായിട്ട് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു മുട്ട പുഴുങ്ങിയത് വേണം. അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മളിതിൽ ഈ ബ്രെഡ് സ്നാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ ഒരൊറ്റ മുട്ടയുടെ ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് ഇത്രയും സ്നാക്ക് ഒരുപാട് സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതാ നല്ല രീതിയിൽ ഞാൻ സ്ക്രാമ്പിൾ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സും ബ്രെഡ് ബ്രെഡ് പൊടിച്ചതും കൂടെ അതൊന്ന് മുക്കിയെടുത്തിട്ട് ബ്രെഡിലൊന്ന് പുരട്ടി എടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ നമ്മളത് പുരട്ടിയതിന് ശേഷം അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കും. ഒരു ചായയൊക്കെ തിളയ്ക്കുന്ന നേരം കൊണ്ട് പെട്ടെന്നൊരു ചായക്കടി ഉണ്ടാക്കാനാണെങ്കിൽ അത് നല്ല ബ്രെഡൊക്കെ വെച്ചിട്ടാകുമ്പം കുട്ടികൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ പെട്ടെന്നൊരു സ്നാക്കും റെഡിയാക്കാം. നല്ലൊരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഫ്രണ്ട്സിലോട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇതാ ഞാൻ എടുത്ത ബ്രെഡ് എണ്ണയിലൊന്ന് മുക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ എണ്ണ ഒഴിച്ച് പൊരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എണ്ണ അതിൽ പിടിച്ച് നിൽക്കത്തില്ല. എണ്ണ കുറവായിട്ടായിരിക്കും കിട്ടുന്നത്. അതായത് സാധാ ഫ്രൈ പാനിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എണ്ണ ഇതിൽ തന്നെ വലിച്ചെടുക്കും. ഇങ്ങനെ നിറയെ എണ്ണയിൽ മുക്കി പൊരിക്കുമ്പോൾ ഒരുപാട് എണ്ണ അതിൽ വലിച്ചെടുക്കത്തില്ല. അപ്പോൾ അതാ നമ്മുടെ ബ്രെഡിൻ്റെ സ്നാക്ക് റെഡിയായി. ഇനി ഇതിൽ കുറച്ച് ഫില്ലിങ്സ് കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ ഒന്ന് കാണാം. ഇതിൽ ഫില്ലിങ്സ് ആണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഇതിലെ ഫില്ലിങ്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ വലിയ സംഭവങ്ങളായിട്ട് നമ്മൾ ഫില്ലിങ്സ് ആഡ് ചെയ്യുന്നുമില്ല. എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ, അത് ചെറുതായിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ വലിയ പീസായിട്ട് വെച്ചാൽ നമുക്ക് കഴിക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തത്. എന്നിട്ട് അതിങ്ങനെ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്രയും പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് ആ ഒരു മുട്ട അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു പീസിൽ കട്ട് ചെയ്തെടുത്തത്. അപ്പം അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മയണൈസ് ഉണ്ടല്ലോ, മയണൈസ് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് മയണൈസ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് ക്യാപ്സിക്കം ഉണ്ടല്ലോ, ചെറിയൊരു ക്യാപ്സിക്കം ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലായിട്ട് ഒരു ഡെക്കറേഷൻ പോലെ വെക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഫില്ലിങ്സ്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബർഗറൊക്കെ പിസ്സയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പെട്ടെന്നൊരു വെറൈറ്റി സ്നാക്കാണ്.
അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും നല്ല രസമല്ലേ കാണാൻ കൂടി. കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് കഴിക്കാൻ തോന്നുമല്ലേ. വലിയ ഫീലിങ്സ് ഒന്നുമില്ല. വലിയ വെജീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ചിക്കൻ ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ കയ്യിൽ മുട്ട എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു മുട്ട വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഹെൽത്തിയാന്ന് ഞാൻ പറയുന്നില്ല. ബ്രെഡ് ഉള്ളതുകൊണ്ട് ഒട്ടും ഹെൽത്തി അല്ല. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.